ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ടൂറ് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ ലേഡീസ് എല്ലാം കൂടെ പോവുകയാണേ. അപ്പോൾ കന്യാകുമാരി പൊന്മുടിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും. പക്ഷേ 5 മണിക്കെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ 5 മണിക്കാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എണീറ്റ് നേരത്തെ ഒരുങ്ങുകയൊക്കെ ചെയ്ത് 4:30 ആയപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞ് അവിടെ സമാധാനത്തെ ഇരിക്കും, ഞങ്ങളൊരു 5 മണി 5:30 ആകുമ്പോഴത്തേ വരുന്നത്. ഞങ്ങൾ സമാധാനത്തെ ഞങ്ങളൊന്ന് കിടന്നപ്പോഴത്തേക്കും ഉറങ്ങിപ്പോയി. പിന്നെ ഇവരൊന്ന് കോളിബെൽ അടിക്കുമ്പോഴാട്ടോ എണീക്കുന്നത്. അപ്പോഴത്തെ 6 മണി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പം തിരുവനന്തപുരം ആയിട്ടുണ്ടേ. അങ്ങനെ തിരുവനന്തപുരം ആയപ്പോഴത്തേക്ക് സുപ്രഭാതത്തിൽ കയറി നല്ല അടിപൊളി മസാല ദോശ കഴിച്ചു കേട്ടോ. നമ്മളന്ന് എറണാകുളത്ത് പോയപ്പോൾ കഴിക്കാൻ പറ്റാൻ അതിൻ്റെ കീഴോടെ ഞാൻ ഇവിടെ അങ്ങ് തീർത്തു. നല്ല അടിപൊളി കോഫിയും അടിപൊളി മസാല ദോശയൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ എല്ലാവരുമായിട്ട് കഴിച്ചിട്ടൊക്കെ പിന്നെ പുറത്ത് വന്ന് കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും അങ്ങനെ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാം വയറിലാക്കും ഞാൻ മിക്കവാറും. ചേച്ചിക്ക് ഫാൻസ് ആവുന്നാണ് പറഞ്ഞത്. ചേച്ചി അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കും. നല്ല രസം, നല്ല കോമഡി ആയിരുന്നു ചേച്ചി കേട്ടോ. സമയം പോകുന്ന കാര്യത്തിൽ പാവം ചേച്ചി. ബിന്ദു എന്നാണ് കേട്ടോ പേര്. അങ്ങനെ നമ്മൾ ആദ്യം കയറിയത് മാത്തൂർ തൊട്ടിപ്പാലം കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഇതൊരു അത്യാവശ്യം ഭയങ്കര സ്റ്റെപ്പാണ് കേട്ടോ. ഒരുപാട് സ്റ്റെപ്പുണ്ട്. നമ്മൾ പഴനിയിലൊക്കെ പോകുന്ന കൂട്ടാട്ടോ ഒരുപാട് സ്റ്റെപ്പ് കയറിയൊക്കെ വേണമെന്ന്. പക്ഷേ സംഭവം കൊള്ളായിരുന്നു. ഇതിൻ്റെ മേളിലൂടെ നമുക്ക് നടക്കാം കേട്ടോ. പക്ഷേ ഞാൻ അവിടെ ഒന്നും കയറിയില്ല. ഇതെന്ന് പറഞ്ഞാൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും ഉയരവും അതുപോലെ നീളവും ഉള്ളൊരു തൊട്ടിപ്പാലമാണ്. പറളിയാറിന് കുറുകെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. 1966 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കിയിരിക്കുന്നത്. പിന്നെന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ നല്ല അടിപൊളിയൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കുറേ നേരം അവിടെ പോയി ഇരിക്കാം. നല്ല കാറ്റും നല്ല തണുപ്പും ഒക്കെ, ചൂടറിയത്തേ ഇല്ല കേട്ടോ. ഈ മേളിൽ കൂടി ഇങ്ങനെ നമുക്ക് നടന്നു പോകാം. പക്ഷേ ഞാൻ അവിടെ നിന്ന് കയറിയില്ല. താഴെ തന്നെ ഒരുപാട് സ്റ്റെപ്പുണ്ട് കയറാനായിട്ട്. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ 30 കഴിഞ്ഞ കിളവികളാണല്ലോ എന്നുള്ളത്. കാരണം ഒരു കൂട്ടി സ്റ്റെപ്പ് അങ്ങോട്ട് വെക്കാൻ പറ്റത്തില്ലായിരുന്നു. അത്രയ്ക്ക് മുട്ടുവേദനയായിരുന്നു. പിന്നെ അവിടെ ഇരുന്നത്, അതുകൊണ്ട് മേളിലോട്ടൊന്നും കയറാൻ പോയില്ല. താഴെ തന്നെ നിന്ന് ഇവിടെ നിന്ന് ആ പാലം ക്രോസ് ചെയ്ത് അപ്പുറത്തിറങ്ങുമ്പോൾ ഒരു പാർക്കൊക്കെ ഉണ്ട്. അവിടെ ഇരിക്കുമ്പോൾ നല്ല സൂപ്പർ കാറ്റാട്ടോ, നല്ല തണുത്ത കാറ്റൊക്കെ. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ ഇരുന്ന് പിന്നെ തിരിച്ച് വന്ന് വെള്ളമൊക്കെ കുടിച്ച് ഇവിടെ കുറേ നേരം ഇരുന്നു കേട്ടോ ഞങ്ങൾ. എന്നിട്ടാണ് ഞങ്ങൾ പിന്നെ പോയത്. കാരണം കുറേ പേര് മേളിലൊക്കെ കയറാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ പേര് താഴെ തന്നെ ഇരുന്ന്. അപ്പോൾ അടുത്ത് നമ്മൾ വന്നിരിക്കുന്നത് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം കാണാനായിട്ടോ. അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് പിന്നെ അതുപോലെ സ്കൂളിൽ നിന്നൊക്കെ വന്ന കൊച്ചുങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് പെച്ചിപ്പാറ അണക്കെട്ട് നിർമ്മിച്ചത് മൂലം ഉണ്ടായ ഒരു കൃത്രിമ വെള്ളച്ചാട്ടം കേട്ടോ ഇതെന്ന് പറയുന്നത്. ഒരു 50 അടി താഴ്ചയിലേക്ക് ഇങ്ങനെ വെള്ളം വീഴുന്നതാണ്. അതിൻ്റെ താഴെ തന്നെ കുളമൊക്കെ ഉണ്ട്. നമുക്ക് പേടിക്കാനൊന്നുമില്ല. അവിടെ കൊച്ചുങ്ങളെയൊക്കെ കുളിപ്പിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യാം. ഒരു കൽമണ്ഡപമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ പോയി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. നല്ല രസമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഈ ഹോളിഡേയ്സിൽ പോകാതിരിക്കാൻ നോക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വർക്കിംഗ് ഡേ പോകാമെങ്കിൽ നൂലയിൽ നമ്മൾ ഇത്രയും പൈസയൊക്കെ ചിലവാക്കി ദൂരെ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടണമല്ലോ. നമുക്ക് നല്ലപോലെ കാണാനും ഒക്കെ പറ്റും. ഇത് പക്ഷേ നല്ലപോലെ തിരക്കായിരുന്നുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും അങ്ങനെ കുളിച്ചില്ല കേട്ടോ. അവിടെ നമുക്ക് കുളിക്കാനും ഡ്രസ്സ് മാറാനും ഒക്കെ ഉള്ള സൗകര്യമൊക്കെയാണ്. പക്ഷേ ഞങ്ങളങ്ങനെ ചെയ്തില്ല. ഞങ്ങളോട് കുറച്ച് പേരൊക്കെ കുളിച്ചു. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. നല്ല തിരക്കുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കൊള്ളാം. ഇതെന്ന് പറയുന്നത് വർഷത്തെ 7 മാസം വരെ നമുക്ക് ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ സന്ദർശന സമയം രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് കേട്ടോ. അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ ഫുഡൊക്കെ തീർന്നു കേട്ടോ. ഒരു 3:30-4 മണി ആയ ടൈമിൽ. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബിരിയാണിയാണ്. ബിരിയാണി ഇതൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. മന്തി റൈസിനകത്ത് ഒരു ചിക്കനൊക്കെ ഇട്ടത് എങ്ങനെയൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മളിനി അടുത്തത് നമ്മൾ പോകുന്നത് കന്യാകുമാരിയിലേക്കാണ്. അപ്പോൾ എല്ലാവരും വന്ന് വണ്ടിയിലൊക്കെ കയറുവാണ് കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് ഫുഡിനെ കുറിച്ചാണ് പറയുന്നത്. ഫുഡ് വളരെ മോശമാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ കന്യാകുമാരി എത്തി കേട്ടോ. കന്യാകുമാരിയിൽ സൺസെറ്റ് പോയിന്റിലെത്തി. അപ്പോൾ ഇവിടെ നല്ലപോലെ അങ്ങോട്ട് നമുക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. കാരണം അത്യാവശ്യം മേഘങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ നേരം ഇരുന്ന് എല്ലാവരുടെ കാര്യം പറഞ്ഞൊക്കെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് കപ്പലിൻ്റെയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞ് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത്. അപ്പോൾ ഇന്ന് നമുക്ക് റൂമിലോട്ട് പോകണം. റൂം ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ത്രിവേണിയിലാണ് ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ താഴെ വന്നിട്ട് റൂമിൻ്റെ കീയൊക്കെ വാങ്ങിക്കാൻ നിൽക്കുകയാണ്. ഞങ്ങൾ 2 റൂമാണ് എടുത്തത്. 4 ബെഡ് വീതമുള്ള 2 റൂം. ഞങ്ങൾ 12 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് 3500 അതിൻ്റെ റേറ്റ് ആയത്.
പെട്ടെന്ന് തന്നെ കുളിച്ച് ഫ്രഷായി ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇറങ്ങി ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങുവാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് ഇതിലേക്ക് ഇങ്ങനെ നടന്നപ്പോൾ മറ്റേ നവരാത്രി ആയതുകൊണ്ടേ മൊത്തം പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ ആറ്റുകാലൊക്കെ പോകുമ്പോൾ സൈഡിൽ ഇങ്ങനെ ദേവിയുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് പഴങ്ങൾ ആ ഒരു ഇതുപോലെ ആകട്ടെ ഇവിടെ ഈ വഴികളിലെല്ലാം അങ്ങനെയല്ല പാട്ടും കാര്യങ്ങളൊക്കെ വെച്ച് ദേവിയുടെ ഫോട്ടോസൊക്കെ വെച്ച് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് കാണാനായിട്ട് പല പല കളറിലെ റോസാപ്പൂകൾ ഒരെണ്ണം 20 രൂപയായിരുന്നു കേട്ടോ. ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് കടകളൊക്കെ കയറി ഇങ്ങനെ പോയി. കടയിലൊക്കെ കയറി പോയപ്പോഴത്തെ വഴി തെറ്റിപ്പോയി. പിന്നെ വീണ്ടും ശൈലേക്ക് വിളിച്ചിട്ട് അവർ നിൽക്കുന്ന സ്ഥലമൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അവിടെ എത്തി തിരിച്ച് ഞങ്ങൾ കടപ്പുറത്ത് നിന്ന് കുറേ നേരം ഇരുന്നു കേട്ടോ. ഇവിടെ ഇരിക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഇരിക്കുമ്പോൾ സത്യത്തിൽ കന്യാകുമാരിയൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ സ്റ്റേ ചെയ്യണമെങ്കിൽ മാത്രമേ നല്ല ആ ഒരു വൈബ് നമുക്ക് കിട്ടത്തുള്ളൂ. രാത്രി വന്നിങ്ങനെ കുറേ നേരം ഇരുന്നിട്ടൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ സമയം പോകുന്നതൊന്നും നമ്മൾ അറിയത്തില്ല. നല്ലൊരു പ്രത്യേക ഒരു വൈബാണ് നമ്മളവിടെ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ. കുറേ നേരം ഇരുന്ന് കേട്ടോ. പിന്നെ അപ്പുറത്തെ ചേച്ചിമാരൊക്കെ ഞങ്ങളുടെ കൂടെയുള്ള ചേച്ചിമാർ പോയിട്ട് മാങ്ങയും അതൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ അതൊക്കെ കഴിച്ചുകൊണ്ടിങ്ങനെ ഇരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള കുറച്ച് പേര് ഷോപ്പിങ്ങിനായിട്ട് കടകളിലൊക്കെ കയറാൻ വേണ്ടി ഒരു പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് പിന്നെ കുറച്ച് എല്ലാവരും ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ റൂമിലോട്ട് പോയി. അങ്ങനെ ഇത് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ നമ്മൾ തിരിച്ച് കന്യാകുമാരി തിരിക്കുവാണ്. ഇനി നമ്മൾ പൊന്മുടിയിലോട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കന്യാകുമാരി തിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കൊരു കാറ്റാടിപ്പാടം കൊണ്ട് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഇപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് കയറുന്നത്. അങ്ങനെ ഇവിടെ കയറി എല്ലാവരും ദോശയൊക്കെ കഴിയും. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. സീറ്റ് കിട്ടാനൊക്കെ ഭയങ്കര പാടായിരുന്നു. കുറേ നേരം നിന്നിട്ടൊക്കെയാണ്. പിന്നെ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പത്മനാഭപുരം കൊട്ടാരത്തിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവിടെ ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. അവിടെ കയറാൻ പറ്റില്ല. അതൊരു വലിയ വിഷമമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പൊന്മുടിക്കാണ് വിട്ടത്. അങ്ങനെ ഞങ്ങൾ പൊന്മുടിയിലോട്ട് കയറുവാണ്. അപ്പോൾ കയറുന്നതിന് താഴെ നിന്ന് തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല അടിപൊളി ഊണായിരുന്നു കേട്ടോ. സൂപ്പർ ഊണായിരുന്നു. 2 ദിവസം കൂടിയിട്ട് 2 ദിവസം ഒരു ദിവസം ആയുള്ളൂ. പക്ഷേ വീട്ടിൽ നിന്നൊക്കെ ഒത്തിരി ദിവസമായിട്ട് മാറി നിൽക്കുന്ന പോലെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല വിശപ്പായിരുന്നില്ല. ദോശ കഴിച്ച് മടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് അടിപൊളിയായിട്ട് ഊണ് കഴിച്ച് അങ്ങനെ നമ്മൾ മേളിലോട്ട് കയറുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പൊന്മുടി എത്തിയിട്ട് അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള കുറച്ച് പേരൊക്കെ ആദ്യമേ തന്നെ മേളിലോട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ പതുക്കെ നടന്ന് മേളിലോട്ട് കയറി കേട്ടോ. അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല കോടയുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. എൻ്റെ അമ്മ ഞാൻ മേളിൽ എത്തുമ്പോഴത്തേക്ക് റീൽസൊക്കെ എടുത്തത് ചിലിക്കുത്തും അങ്ങ് പറയുന്നതൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. പിന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കുവാണ്. തിരിച്ചപ്പോൾ പിന്നെ റേഞ്ച് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ചെന്നാൽ പിന്നെ അണ്ടാശിയിൽ അമ്മാനം കടവത്തെ അണ്ണാർ കണ്ണനഹങ്കാരി കാണാക്കുയിലേ നിന്നെ പോലെ കന്നിനിലാവോ കിന്നാരി അതിനിഷ്ടം നീലാമരിക്കാറ്റേ രാമായണക്കാറ്റേ നീലാമരിക്കാറ്റേ നൂൽ നെയ്യും ഈ സന്ധ്യയിൽ കുങ്കുമം നെയ്യും ഈ വേളയിൽ. മതി എൻ്റെ പാട്ട് കേട്ട് അങ്ങനെ നിങ്ങൾ സൂചിക്കേണ്ട കേട്ടോ. അത്രയൊക്കെ മതി. അപ്പം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. ആദ്യം എനിക്ക് ഭയങ്കര മടി. ഇവർ ഒരുപാട് വട്ടം ഇങ്ങനെ പോകും കേട്ടോ. എന്നെ വിളിക്കുന്നതാണ്. പക്ഷേ ഇതുവരെ ഞാൻ പോയിട്ടില്ല. ഇപ്പോഴും അങ്ങനെ പോകാൻ ഭയങ്കര മടിയായിരുന്നു. എൻ്റെ കൊഞ്ചം മോള് വരുന്നില്ലെന്ന് പറഞ്ഞു. കാരണം കൊച്ചുങ്ങളാരും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൾ വരുന്നില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര ഒരു മടിയായിരുന്നു. പിന്നെ എന്തായാലും ദേവുവിനെ വിളിച്ച് കുഞ്ഞമ്മയെ വിളിച്ചൊക്കെ സെറ്റ് ചെയ്ത് ദേവുവിനെ കൂടെ ഒക്കെ വിട്ടിട്ടൊക്കെയാണ് ഇറങ്ങിയത്. പക്ഷേ അടിപൊളി ട്രിപ്പായിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ പോകണം കേട്ടോ. നമ്മളെന്നും വീട്ടിലിരുന്ന് വീട്ടുകാര്യങ്ങളും കൊച്ചുങ്ങളുടെ കാര്യം ഹസ്ബൻഡ് കാര്യമൊക്കെ അല്ലേ നോക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് ജില്ലാ
ആവണ്ടേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.